കെ.പി.സി.സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചരിത്രം ആവർത്തിക്കുമോ? മുൻഗാമികളെ പോലെ സുധാകരനും അപമാനിതനായി പടിയിറങ്ങേണ്ടി വരുമോ? കെ.പി.സി.സി അധ്യക്ഷ പദം അലങ്കരിച്ച എല്ലാ നേതാക്കന്മാരും നാണം കെട്ട് കണ്ണീരുമായിട്ടാണ് കെ.പി.സി.സി ഓഫീസിന്റെ പടികൾ ഇറങ്ങിയിട്ടുള്ളത്. വീണ്ടും ഒരു പടിയിറക്ക് ഭീഷണിയിൽ കെ സുധാകരൻ എത്തി നിൽക്കുമ്പോൾ പഴയ പ്രസിഡന്റുമാരുടെ പടിയിറക്കം വീണ്ടും ചർച്ചയായി മാറുന്നു. 2001 എ.കെ. ആന്റണി മുഖ്യമന്ത്രിയാകുന്ന അതേ ദിവസമാണ് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെന്നല ബാലകൃഷ്ണപിള്ള പുറത്താക്കപ്പെടുന്നത്. രാജ്ഭവനിലെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഇന്ദിരാഭവനിലെത്തിയ ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കളെ സാക്ഷി നിർത്തി മിനിറ്റ്സ് ബുക്കും പ്രസിഡന്റിന്റെ കാറിന്റെ താക്കോലും കെ മുരളീധരനെ ഏൽപ്പിച്ച് അദ്ദേഹം പടിയിറങ്ങി. വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് ടാക്സി കാർ പോലും ആരും വിളിച്ചു കൊടുത്തില്ല. ശാസ്തമംഗലത്ത് നിന്ന് കാലി വന്ന ഓട്ടോറിക്ഷ കൈകാണിച്ച് നിർത്തിയാണ് തെന്നല ബാലകൃഷ്ണപിള്ള അന്ന് തന്റെ വീട്ടിലേക്ക് പോയത്. 1992 ശേഷം ഏതെങ്കിലും കെ.പി.സി.സി പ്രസിഡന്റിന്റെ കണ്ണീര് വീഴാതെ ഒരു സ്ഥാനാരോഹണമോ സ്ഥാനത്യാഗമോ ഉണ്ടായിട്ടുണ്ടോ? നന്ദാവനത്തെ മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടന്ന സംഘടനാ തിരഞ്ഞെടുപ്പിൽ വയലാർ രവിയോട് പരാജയപ്പെട്ട് അപമാനിതനായി പടിയിറങ്ങിയ എ.കെ. ആന്റണി. എ.കെ. ആന്റണിയെ തോൽപ്പിച്ച കെ.പി.സി.സി അധ്യക്ഷനായ വയലാർ രവി 1998 പടിയിറങ്ങിയതും ലീഡറുമായി പിണങ്ങി പിരിഞ്ഞാണ്. ഇന്ന് കാണുന്ന ഇന്ദിരാഭവൻ പണിതുയർത്തിയ പഴയ കെ.പി.സി.സി അധ്യക്ഷൻ കെ മുരളീധരന് 2010 കോൺഗ്രസിന്റെ 4 അണ മെമ്പർഷിപ്പ് കിട്ടാൻ ഒട്ടകം സൂചിക്കുഴലിൽ കടക്കുന്നതിനേക്കാൾ അധ്വാനം വേണ്ടി വന്നു. കെ മുരളീധരന് പകരം വന്ന പി തങ്കച്ചൻ ടിവിയിൽ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടാണ് താൻ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തായ വിവരം അറിഞ്ഞത്. പി തങ്കച്ചന്റെ പകരം കെ.പി.സി.സി പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് അല്പമെങ്കിലും സ്വസ്ഥതയോടെ ആ കസേരയിൽ അമർന്ന് ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ തനിക്ക് പിൻഗാമിയായി ജി കാർത്തികേയൻ വരണമെന്നായിരുന്നു ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും താല്പര്യം. എന്നാൽ ഇരുവരെയും ഞെട്ടിച്ച വി.എം. സുധീരൻ അവിടെ ക്രാഷ് ലാൻഡ് ചെയ്തു. ഒരു ദിവസം പോലും വി.എം. സുധീരൻ ആ കസേരയിൽ മനസ്സമാധാനത്തോടെ ഇരുന്നിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവസാനം അദ്ദേഹം രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പടിയിറങ്ങിപ്പോയി. വി.എം. സുധീരന് പകരക്കാരനായി വന്നത് എം ഹസനാണ്. ഒരു വർഷം കഷ്ടിയിരുന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കസേരയും തെറിച്ചു. ദില്ലിയിൽ നിന്ന് മുല്ലപ്പള്ളി വന്ന് ചുമതല ഏറ്റെടുത്തു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പാപഭാരം അത്രയും ചുമരിൽ കെട്ടിവെക്കപ്പെട്ട മുല്ലപ്പള്ളിയെ കേട്ടാലറയ്ക്കുന്ന ചീത്തവാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ചാണ് കോൺഗ്രസ് അണികൾ കെ.പി.സി.സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് നടന്ന ചീത്തവിളി അത്രയും കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നതായിരുന്നു. ഇപ്പോൾ ഇതാ കെ സുധാകരനും തന്റെ മുൻഗാമികളെ പോലെ ഖിന്നനായി പടിയിറങ്ങാൻ പോകുന്നു. ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആദ്യം ദുരന്തമായി, പിന്നീട് പ്രഹസനമായി.